30-ാമത്തെ യെഗസ്കേലിൻ്റെ വയസ്സാണ് 1-ാം അധ്യായത്തിൽ കൊടുക്കുന്നത്. ഇനി അത് പറയാനൊരു കാരണമുണ്ട്. 25-ാമത്തെ വയസ്സിൽ യെഗസ്കേൽ പ്രവാസിയായി പിടിക്കപ്പെട്ടു. അല്ലേ? എവിടെ പിടിക്കപ്പെട്ടു? പ്രവാസിയായി ബാബിലോണിനകത്ത് അവനെ പിടിച്ചു കെട്ടി കൊണ്ടുപോയി. ആമേൻ. ഇവൻ അകത്തുപോയി. വേദപുസ്തകം പറയുന്നു, ആമേൻ, ഈ പ്രവാസി ജീവിതത്തിനകത്ത് 25-ാമത്തെ വയസ്സിൽ പുള്ളി ചെന്ന് അകത്തകപ്പെട്ടു. ഈ പ്രവാസി എന്ന് പറഞ്ഞാൽ എന്നാ? നമ്മളിപ്പോൾ മലയാളികളായ നമ്മൾ ഗൾഫിൽ പോയിട്ട്, ഗൾഫിലെന്ന് പറഞ്ഞാൽ ദുബായിലോ ഖത്തറിലോ കുവൈറ്റിലോ അറബി രാജ്യങ്ങളിലൊക്കെ ചെന്നിട്ട് അവിടെ താമസിച്ച് 2 കൊല്ലം 3 കൊല്ലം 5 കൊല്ലം ഒക്കെ താമസിച്ച് പണിയെടുക്കുമ്പോൾ അവർക്ക് പറയുന്ന പേരാണെന്തോന്നാ? പ്രവാസി. അല്ലേ? ഈ ബൈബിൾ പറയുന്നു, യെഗസ്കേൽ പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുന്ന 30-ാമത്തെ ആണ്ടിൽ തൻ്റെ വയസ്സിൻ്റെ ഏജിൻ്റെ എത്രാമത്തെ വർഷം? 30-ാമത്തെ വർഷം. ആമേൻ. ശ്രദ്ധിക്കുക, ആ വയസ്സെന്ന് പറയുമ്പോൾ അന്നല്ല വാസ്തവത്തിൽ താൻ പ്രവാസിയായത്, അതിന് 5 കൊല്ലം മുമ്പ് താൻ പ്രവാസിയായി മാറി. ആമേൻ. 5 കൊല്ലം മുമ്പ് എന്ന് തൻ്റെ പ്രായം എത്ര? അപ്പോഴാണ് 25-ാമത്തെ വയസ്സ്. 25-ാമത്തെ വയസ്സിൽ താൻ മാത്രമല്ല പ്രവാസിയായത്, തൻ്റെ കൂടെ 10,000-ഓളം പേര് എന്ത് ചെയ്തു? ആമേൻ, ഈ ബാബിലോണിനകത്തേക്ക് അകപ്പെട്ടു പോയി. എന്നാൽ വേദപുസ്തകം പറയുന്നു, ഈ ആമേൻ ബാബിലോണിനകത്ത് അകപ്പെട്ടു പോയ പ്രവാസികളായ ഈ പ്രിയപ്പെട്ടവരുടെ ഇടയിൽ ഒരുവനായ ഈ യെഗസ്കേൽ തൻ്റെ അകത്തൊരു ചിന്ത വന്നു. എന്നാ ചിന്ത എന്നറിയാമോ? തൻ്റെ ഹൃദയത്തിനകത്ത് വന്ന ചിന്ത മറ്റൊന്നുമല്ല, എനിക്ക് ഇവരോട് ചേരാൻ പറ്റത്തില്ല. കാരണം ഞാൻ അറിഞ്ഞ ഒരു സത്യമുണ്ട്, ഈ സത്യത്തിന് വേണ്ടി ഞാൻ ഉറച്ചു നിൽക്കും. ബാബിലോണിനകത്ത് ആലയമില്ല, ബാബിലോണിനകത്ത് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ഇടങ്ങളില്ല, അതിനകത്ത് ചർച്ചില്ല, പള്ളിയില്ല, ഇങ്ങനെയുള്ളതൊന്നുമില്ലാതിരിക്കുമ്പോൾ ബൈബിൾ പറയുന്നു, അതിനകത്ത് വേദപുസ്തകം പറയുന്നു, ആമേൻ, ഈ യെഗസ്കേൽ പറഞ്ഞ വാക്കിതാണ്, എനിക്ക് ആമേൻ ഇതിനകത്ത് ആമേൻ ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കും. 25-ാമത്തെ വയസ്സിൽ പ്രവാസ ജീവിതം തുടങ്ങിയ ഈ യെഗസ്കേൽ എന്ന യൗവനക്കാരൻ നീണ്ട 5 വർഷം കേബാർ നദിയുടെ തീരത്ത് പാർക്കുകയാ. ആമേൻ. അവനോട് കൂടെ ചെന്ന കൂട്ടുകാരെല്ലാം എന്ത് ചെയ്തു? ഈ ബാബിലോണിൻ്റെ അകത്തോട്ട് കയറി അവരോടുകൂടെ ചേർന്ന് നടക്കുന്നു, അവരോടുകൂടെ ചേർന്ന് ജീവിക്കുന്നു, അവരോടുകൂടെ ചേർന്ന് ജോലി ചെയ്യുന്നു, പലതും ചെയ്യുമ്പോൾ ഒരുവൻ മാത്രം ബൈബിൾ പറയുന്നു, ആമേൻ, എന്താ സംഭവിച്ചേ? ഇവൻ കാത്തിരിക്കുന്നു. എന്തിനാ കാത്തിരിക്കുന്നേ? എനിക്കെൻ്റെ ദൈവമല്ലാതെ മറ്റൊന്നും വേണ്ട. പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, എത്ര അകലത്ത് നീ ആയി പോയാലും കർത്താവല്ലാതെ എനിക്ക് മറ്റൊന്നും വേണ്ടെന്ന് പറയാൻ ആമേൻ നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു വെമ്പലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, ആമേൻ, നിന്റെ ജീവിതത്തിനകത്ത് നീ ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ആമേൻ ഒരു ഡോറ നിനക്ക് വേണ്ടി തുറക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവം. യേശുവിന്റെ നാമത്തിൽ ജയം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, വേദപുസ്തകം പറയുന്നു, 25-ാമത്തെ വയസ്സിൽ കാത്തിരുന്ന ഈ മനുഷ്യൻ, ആമേൻ, 25-ാമത്തെ വയസ്സിൽ, ആമേൻ, അത് നോക്കണമേ, അവിടെ എത്തിയ മനുഷ്യൻ നീണ്ട 5 വർഷം കഴിഞ്ഞപ്പോൾ വയസ്സ് 30. അതാണ് 30-ാം ആണ്ടിൽ നിന്ന് കൊടുത്തേക്കുന്നത്. അപ്പോൾ കൂടെ ഉള്ളവർക്കെല്ലാം പല വാതിലുകളും തുറന്നു, കൂടെ വന്നവർക്കെല്ലാം പല വഴികളും തുറന്നു. പക്ഷെ ഇവന് മാത്രം ഒരു വാതിലും ഇതുവരെ തുറന്നിട്ടില്ല. അവന് വേറെ വാതിലൊന്നും വേണ്ട. അവൻ എൻ്റെ ദൈവത്തെ മതിയെന്ന് പറഞ്ഞ് കാത്തിരുന്നവൻ. ഇന്ന് ഞാനും നിങ്ങളോട് പറയാം, കർത്താവിനെ മതി എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, കാലം ഇത്തിരി കഴിഞ്ഞാലും നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കും. അത് വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ നിനക്കായിട്ടൊരു വാതിൽ തുറന്നാൽ അതാരും അടയ്ക്കത്തില്ല. വാവ്. ലാബ്ര ശാന്തന റഗൽക്കമന വൈഷസ് പ്രൗഢിബിരികടക അത്യുന റഗൽക്കമനകടക ശന്തൽ പ്രൗഢമനകടകസേ, ഞാൻ നിനക്കായിട്ടൊരു വാതിൽ തുറന്നാൽ അതാരും അടയ്ക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്കായിട്ടൊരു വാതിൽ തുറന്നാൽ, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇതിനകത്ത് നിങ്ങളോട് അതിശക്തമായി പറയുന്നു, സ്വർഗം നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നാൽ അതാരും അടയ്ക്കത്തില്ല.
പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ വാതിലുകൾ ഇന്ന് പകൽക്കാലം തുറക്കുന്നത് ലോകമാകരുത്. സ്വർഗം നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കാനുണ്ട് ഈ ദിവസങ്ങൾ. പരിശുദ്ധാത്മാ പറയുന്നു, അങ്ങനത്തെ ഒരു വാതിൽ നിനക്ക് വേണ്ടി ഓപ്പൺ ആയാൽ, കമോൺ, വിശ്വസിക്കുന്നവരോട് പരിശുദ്ധാത്മാ പറയുന്നു, അടയ്ക്കാൻ ആർക്കും കഴിയത്തില്ല, അടയ്ക്കാൻ ആർക്കും പറ്റത്തില്ല. ആമേൻ. 5 കൊല്ലം കഴിഞ്ഞപ്പോ 30ാമത്തെ വയസ്സിൽ ബൈബിൾ പറയുന്നു, കേവാർ നദിയുടെ തീരത്ത് പ്രവാസികളുടെ ഇടയിലിരിക്കുമ്പോൾ. എവിടെ ഇരിക്കുമ്പോഴാണ്? പ്രവാസികളുടെ ഇടയിലിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വലത്തും ഇടത്തും മുമ്പിലും പിറകിലും ഒക്കെ ആരുണ്ട്? കൂടെ വന്ന പലരും ഉണ്ട്. പക്ഷെ ആ സമയത്ത് 30ാമത്തെ വയസ്സിൽ പുള്ളി കാണുന്നൊരു കാഴ്ചയുണ്ട്. എന്നാ കാഴ്ച എന്നറിയാമോ? അവരാരും കാണാത്തൊരു പ്രത്യേക കാഴ്ച ഈ മനുഷ്യൻ കാണുന്നു, യെഹെസ്കേൽ കാണുന്നു. എന്താ കാഴ്ച എന്നറിയാമോ? തനിക്ക് വേണ്ടി ആമേൻ ബാബിലോണിനല്ല, ഉയരത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, ആമേൻ, ചുറ്റുപാടുകളിൽ വാതിൽ തുറന്നില്ലെങ്കിലും നിനക്ക് വേണ്ടി ഉയരത്തിൽ ഒരു വാതിൽ തുറക്കുവാൻ എൻ്റെ ദൈവം ശക്തൻ. വലത്തും ഇടത്തും ഇരിക്കുന്നവർ കാണാത്ത ഒരു വാതിൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചിലതിനോട് പറയുന്നു, നിനക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാൻ. Yes, 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 yes. Laba Shantana, Rajas Katheri Biantana, Riva Shamanagadaga, Shaida Proudi Virigadaga, Al Proudamanagadaga, Regal Kamanagadagassi, Eshuvinda Namatil Jayamadagano, Ribala Hadara Jalagadagasi, Atina Rajas Kamanagadagassi, Nina Kuvendi Veli Pedatuan, Yenda Devam Shaka. Laba Shantana, Regal Kamana, Vaishas, Proudi Virigadaga, Regal Kamanagadagassi, യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. റിബല ഹദര ജലഘടക രക്ഷസ്കമനഘടകസി. ആമേൻ. പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, മറ്റൊന്നും തുറക്കാതിരിക്കുമ്പോൾ, പ്രവാസികളുടെ ഇടയിലിരിക്കുമ്പോൾ, മുന്നും പിന്നും വലത്തും ഇടത്തും ഇരിക്കുന്നവർ കാണാതെ ഇവൻ മാത്രം ഒരു കാഴ്ച കാണുന്നു. എന്താ കാഴ്ച? ഇവന് വേണ്ടി ഉയരത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നു. അത് സ്വർഗത്തിൻ്റെ വാതിൽ. ആമേൻ. ബാക്കിയുള്ള ആർക്കും തുറക്കാത്തൊരു വാതിൽ 5 കൊല്ലം കാത്തിരുന്നവന് തുറന്നു. ഞാൻ എൻ്റെ ഭാഷയിൽ പറയാം, ഒരൊറ്റ വാതിൽ തുറന്നാൽ മതി, നീ രക്ഷപ്പെട്ടു. ഒരൊറ്റ വാതിൽ തുറന്നാൽ മതി, നീ അനുഗ്രഹിക്കപ്പെട്ടു. ഈ സ്വർഗത്തിൻ്റെ വാതിൽ നിനക്ക് വേണ്ടി തുറന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, ഹേയ്, നിന്റെ അനുഭവം മാറാൻ പോവുക, നിന്റെ രീതി മാറാൻ പോവുക, നിന്റെ ചിന്തകൾ മാറാൻ പോവുക. സ്വർഗത്തിന്റെ സ്വഭാവം നിന്റെ മേൽ റിലീസാകും. Come on. യേശുവിന്റെ നാമത്തിൽ ജയ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് അതിശക്തമായി പറയുന്നു, ദൈവത്തിന്റെ മഹത്വത്തെ നിനക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തൻ. യേശുവേ ലാബാ ശാന്തന റഗൽ കമനഘടക സൈഡ പ്രൗഢി ബിരിഘടക രക്ഷസ് കമനഘടകസി. ആമേൻ. ഇപ്പൊ 10,000 പേര് പോയതിൽ ഒരുവന് വേണ്ടി മാത്രം ഒരു വാതിൽ തുറന്നത് സ്വർഗത്തിൻ്റെ വാതിലാണ്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവ്, ഈ വാതിൽ തുറന്നാൽ എന്താണ് ഗുണം? ഈ വാതിൽ തുറന്നാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞെടാ, ഇപ്പോൾ അവൻ കിടക്കുന്നത് ബാബിലോണിനകത്താണ്. അവിടുത്തെ പല വാതിലുകളും അവൻ കാണുന്നു. നിരാശ, വേദനയുണ്ട്, വ്യാകുലതയുണ്ട്, ഭാരമുണ്ട്, ദാരിദ്ര്യമുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പലതും അവൻ്റെ മുമ്പിലുണ്ട്. പക്ഷെ ഇപ്പൊ തുറന്ന വാതിലുണ്ടല്ലോ, അത് മുകളിലത്തെ വാതിലാ. അതിനകത്ത് ദുഃഖമില്ല, അതിനകത്ത് ദാരിദ്ര്യമില്ല, അതിനകത്ത് പട്ടിണിയില്ല, അതിനകത്ത് നിരാശയില്ല, അതിനകത്ത് വ്യാകുലത വേണ്ട. ഇന്ന് പകൽ നിനക്ക് വേണ്ടി തുറക്കുന്ന വാതിൽ. ഓ യെസ് 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 യെസ്. ശക്തമായി പരിശുദ്ധാത്മാവ് ഈ പകലിൽ ഇതിനകത്ത് കൈമാറുന്നു. നിനക്ക് വേണ്ടി തുറക്കുന്ന വാതിൽ. കമോൺ കമോൺ കമോൺ.
നിനക്ക് വേണ്ടി തുറക്കുന്ന വാതിൽ. സ്വർഗം ഇന്ന് പകൽ ഹോളിനകത്ത് പറയുക, നിനക്ക് വേണ്ടി തുറക്കുന്ന വാതിൽ. അത് ചെറിയതല്ല, ദുഃഖമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, വേദനയില്ലാത്ത, നിരാശയില്ലാത്ത ഒരു വാതിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരം ഉയർത്തിയിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ആ വാതിലെന്ന് പറയുന്നത് അതിനകത്ത് എന്തില്ല? കണ്ണുനീരില്ല, ദുഃഖമില്ല, നിരാശയില്ല, വേദനയില്ല, വ്യാകുലത വേണ്ട, ആകുലത വേണ്ട. ഒന്നുകൂടെ പറഞ്ഞാൽ അവിടെ രാത്രിയുമില്ല. നമുക്കിവിടെ രാത്രിയുണ്ടല്ലേ? നമുക്കിവിടെ രാത്രിയുണ്ട്. ഇത്രയും വലിയ സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, പിന്നെ രാത്രിയാകുന്നത് കൊണ്ട് പിന്നെയും ഉദിക്കുന്നു. പക്ഷെ ഞാൻ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് വായിച്ചത് അവിടെ രാത്രിയില്ല. എവിടെ? ആ നാട്. അതിൻ്റെ അർത്ഥം ഇവിടുത്തെ സൂര്യനെ പോലല്ലത്. അവിടെ അതൊന്ന് ശോഭിച്ച് നിന്നാൽ പിന്നെ ഇരുട്ടിന് അതിൻ്റെ അകത്ത് സ്ഥാനമില്ല. നിനക്ക് വേണ്ടി തുറക്കുന്ന വാതിൽ സ്വർഗത്തിൻ്റെതാണെങ്കിൽ ഓ യെസ്, ഇരുട്ടിന് സ്ഥാനമില്ല. ഇരുട്ടിന് സ്ഥാനമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുട്ടിന് സ്ഥാനമില്ല, ഇരുട്ടിന് സ്ഥാനമില്ല. പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ കവാടമാണ് തുറക്കുന്നതെങ്കിൽ അവിടുത്തെ തേജസ് ഭയങ്കരമാ, അവിടുത്തെ മഹത്വം ഭയങ്കരമാ, അവിടുത്തെ വെളിച്ചം ഭയങ്കരമാ. ഇത് വിശ്വസിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ പറയാ, തുറക്കുന്നെങ്കിൽ അയൽവാസിയുടെ വാതിലല്ല തുറക്കേണ്ടത്. തുറക്കണമെങ്കിൽ നാട്ടുകാരുടെ വാതിലല്ല തുറക്കേണ്ടത്. തുറക്കുന്നെങ്കിൽ സ്വർഗം തുറക്കട്ടെ. ഞാൻ ആത്മാവിൽ കാണുന്നു ചിലരുടെ മുകളിൽ സ്വർഗം തുറക്കാൻ റെഡിയാ. ഓ in the mighty power യേശുവിന്റെ നാമത്തിൽ ജയം. രമണമശിയാന്തനേ ലാബാ ശാന്തൽ കമനഗടഗ ഷൈഡ പ്രൗഢി ബിരിഗടഗസി. ഹല്ലേലൂയ. ഒരൊറ്റ വാതിൽ നിന്റെ തലയ്ക്ക് മേൽ തുറന്നു നിന്നാൽ എന്താ നിന്റെ ഗുണം? എന്താ നിനക്ക് മാറ്റം സംഭവിക്കുന്നേ? 10,000 ഈ ബാബിലോണിനകത്ത് കിടക്കുന്നുണ്ട്. പക്ഷെ ഒരാളിന് വേണ്ടി മാത്രമാ സ്വർഗത്തിന്റെ വാതിൽ തുറന്നത്. അതാർക്കു വേണ്ടി? യെഹെസ്കേലിന് വേണ്ടി 30-ാമത്തെ വയസ്സിൽ. പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ബാക്കിയുള്ളവർ അവിടുത്തെ പല ജോലിയും ചെയ്ത് നിൽക്കുമ്പോൾ യെഹെസ്കേൽ ചെയ്തത് അവിടുള്ള ജോലിയല്ല, ദൈവം ഏൽപ്പിച്ച ചിലത് അവൻ ചെയ്യാൻ തുടങ്ങി. തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ അടിയിലാണ് നീ നിൽക്കുന്നെങ്കിൽ സ്വർഗത്തിന്റെ അധികാരം നിന്നിലേക്ക് ആമേൻ കൈമാറ്റങ്ങൾ സംഭവിക്കും. സ്വർഗത്തിന്റെ സ്വഭാവം നിന്റെ മേൽ വെളിപ്പെടും. സ്വർഗത്തിൽ വ്യാപരിക്കുന്ന തേജസ് നിന്റെ മേൽ വ്യാപരിക്കും. നിനക്ക് വേണ്ടിയാ തുറക്കുന്നെങ്കിൽ അത് അടുത്തിരിക്കുന്നവന് കിട്ടത്തില്ല, അത് നിനക്ക് വേണ്ടി മാത്രം. വിശ്വസിക്കുന്നവന്റെ മേൽ തുറക്കട്ടെ, തുറക്കട്ടെ, തുറക്കട്ടെ. പുറപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ തിരഞ്ഞെടുത്ത ജനതയ്ക്ക് വേണ്ടി ചെങ്കടൽ പിളർന്ന് വഴിയൊരുക്കി. പക്ഷെ ഒരു മിസ്രയീമിന് അതിലൂടെ നടക്കാൻ നോക്കിയിട്ട് കരകയറാൻ പറ്റിയിട്ടില്ല. അർത്ഥം ഇത്രയുള്ളൂ, നിനക്ക് വേണ്ടി തുറന്നാൽ അടുത്തിരിക്കുന്നവനല്ല ഗുണം, നീ തന്നെ ചിലത് പ്രാപിക്കാൻ പോവുക. നിനക്ക് വേണ്ടി തുറന്നാൽ അത് വലത്തും ഇടത്തും മുമ്പിലും പിമ്പിലും ഇരിക്കുന്നവനല്ല, നിനക്ക്. ഓ യെസ് 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 യെസ്. ഇന്ന് പകൽ ആ വാതിൽ തുറക്കുമ്പോൾ എന്തോ ഹെവി ആയത് സ്വർഗം നിങ്ങളുടെ മേൽ റിലീസ് ചെയ്യും, റിലീസ് ചെയ്യും, റിലീസ് ചെയ്യും. Take it the whole fact.
അവിടത്തെ വാതിൽ തുറന്നാൽ അവിടെ എന്തുണ്ടോ അത് നിന്നിൽ ഉത്സാഹം പോവുക. ഓഹോ യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സ്വർഗത്തിന്റെ വാതിൽ നിനക്ക് തുറക്കുമ്പോൾ ആ വാതിലിനകത്ത് എന്തുണ്ടോ അത് നിന്നിലേക്ക് ചലിക്കാൻ പോവുക, നിന്നിലേക്ക് വെളിപ്പെടാൻ പോവുക. യെഹെസ്കേലിന് മാത്രം ഈ വാതിൽ തുറന്നപ്പോൾ അവിടെയുള്ളത് എന്തോ യെഹെസ്കേലിന്റെ മേൽ മാത്രം ഇറങ്ങി വന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ? യെഹെസ്കേലിന്റെ മേൽ മാത്രം വന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, യെഹെസ്കേലേ, സ്വർഗം തുറന്നത് നിനക്ക് വേണ്ടി മാത്രമാ. നീ ഒരു കാര്യം ചെയ്യ്, എഴുന്നേക്ക്. അവനെ 37-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു അസ്ഥി താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് ദൈവം അവനോട് പറഞ്ഞു, ഈ അസ്ഥികളെ നോക്കി നീ പ്രവചിക്കണം. ഹല്ലേലൂയ. ഈ അസ്ഥികളെ നോക്കി എന്ത് ചെയ്യണം? പ്രവചിക്കണം. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ഇവൻ അസ്ഥി താഴ്വരയിൽ ഒന്നും അറിഞ്ഞൂടാത്ത പൊട്ടനെ പോലെ നിന്നുകൊണ്ട് അസ്ഥികൾ നോക്കി പ്രവചിക്കാൻ തുടങ്ങി. സ്വർഗം നിന്റെ മേൽ തുറന്നിട്ടുണ്ടെങ്കിൽ ചലിക്കാത്ത അസ്ഥികൾ ചലിച്ചു തുടങ്ങും. ഓ, ചലിക്കാത്ത അസ്ഥികൾ അസ്ഥിയോട് വരും. സ്വർഗം പറയുന്നു, ചലിക്കാത്ത ചില യാസ്തികൾ, ചലിക്കാത്ത ചിലത്. യെഹെസ്കേലേ, നിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ചിലത് വരാൻ പോവുക, വരാൻ പോവുക, വരാൻ പോവുക. ശക്തമായി പരിശുദ്ധാത്മാവിന്ന് പകൽ ഇതിനകത്ത് പറയുന്നു, ചലിക്കാത്ത അസ്ഥികൾ ചിലത് ചലിക്കാൻ പോവുക. അവൻ അസ്ഥികളെ നോക്കി പ്രവചിക്കുമ്പോൾ ബൈബിൾ പറയുന്നു, അസ്ഥിയോട് വന്നു ചേർന്നു. ഹല്ലേലൂയ. അസ്ഥിയോട് വന്നു ചേർന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഭാഗം, അതുകൊണ്ട് ഞാനത് വിടുക. പക്ഷെ ഇതൊരു നോർമൽ എന്ന് വേണമെങ്കിൽ നമുക്ക് ധരിക്കാം. നോർമൽ ആകത്തില്ല, ഇതൊരു അസാധാരണമായ പ്രവൃത്തിയാണ്. എന്നാൽ ഇച്ചിരി കഴിഞ്ഞപ്പോ ദൈവം യെഹെസ്കേലിനോട് പറയുക, എടാ, ഇനി ഒരു അസാധാരണമായ കാര്യം നീ ചെയ്യാൻ പോവുക. പുള്ളി വെച്ച് എന്നതാ ചെയ്യേണ്ടേ? പുള്ളിയോട് കർത്താവ് പറഞ്ഞ കാര്യം ഇങ്ങനെയാ, ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് ആകാശത്തിലേക്ക് കൈ ഉയർത്തി 4 കാറ്റുകളെ നീ വിളിച്ചു വരുത്തണം. ശ്രദ്ധിക്കുക. ഒരു ചെറിയ ഭാഗം ഇത് മാത്രം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുക. ഈ നിഹതന്മാർ, അതിൻ്റെ അർത്ഥം കിടക്കുന്നവൻ്റെ മേൽ എന്തില്ല? ജീവൻ ഇല്ല. ജീവൻ, ശ്രദ്ധിക്കുക, ഇത് സ്വർഗം തുറന്ന് അതിൻ്റെ കീഴിൽ നിൽക്കുന്നവനോട് ദൈവം നൽകുന്ന ചില ദൂതാണ്. നിങ്ങളങ്ങനെ സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷകളിൽ അത് സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുന്ന ചില വേലകളിൽ അത് സംഭവിക്കാൻ പോവുകയാണ്. അത് വലുതാകട്ടെ ചെറുതാകട്ടെ, കർത്താവ് നിങ്ങളെ ഉപയോഗിക്കുന്ന സീസൺ ഇവിടെ സ്റ്റാർട്ടാകാൻ പോവുകയാണ്. സ്വർഗം തുറന്നു കഴിഞ്ഞാൽ ഇനി എൻ്റെ ഭാഷയിൽ പറയാം, നിങ്ങളുടെ സീസൺ ആരംഭിക്കുകയാണ്. എല്ലാവരും ചെയ്യുന്ന പണിയല്ല നീ ചെയ്യാൻ പോകുന്നേ, പലർക്കും ചെയ്യാൻ കഴിയാത്തത്. കമോൺ, പരിശുദ്ധാത്മാവ് പറയുന്നു, പലർക്കും ചെയ്യാൻ കഴിയാത്തത് ഇന്ന് പകലിൽ സ്വർഗം ഇതിനകത്ത്, സ്വർഗം തുറക്കപ്പെട്ട അതിന്റെ കീഴിൽ നിൽക്കുന്നവന്
യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. In the name of Jesus. പരിശുദ്ധാത്മാവ് പറയുന്നു, എല്ലാവരും ചെയ്യുന്ന പണിയല്ല ഇനി നിന്റെ കയ്യിൽ ദൈവം തരാൻ പോകുന്നത്. നിഹതന്മാർ ജീവിക്കണമെങ്കിൽ സ്വർഗം തുറന്നിരിക്കുന്ന ചില തലമുറകൾ ദൈവത്തിന് ആവശ്യമുണ്ട്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്ന ചിലത് ദൈവം വിളിക്കുകയാ. Oh, Shaba Baba Baba Raka Baba Shethe Laba Shekeri Yantana Liba Shabanagadagase Vaishas Proudi Virigadaga Ribala Hadala Jalagadagase Antenia Rachas Kaberi Yantana Riga Shamanagadagase Yeshuvinda Magata in the Pagalil in the Mel Chalikata Parishutadmava Daivatinda Sanitya E Pagalil Chalikata. Oh, Laba Shantana Regal Kamanagase. നിഗതന്മാർ എഴുന്നേൽക്കണമെങ്കിൽ അവർക്ക് എന്തു വേണം? ജീവൻ വേണം. എന്തു വേണം? ജീവൻ വേണം. ആ പദം മറക്കരുത്. ആമേൻ. അവരെക്കുറിച്ച് ബൈബിൾ പറയുന്നത് നിഗതന്മാരെന്നാണ്. എന്ന് പറഞ്ഞാൽ ജീവനില്ലാതെ കിടക്കുന്നവർ, ഡെഡ് ബോഡീസ്. പക്ഷേ ഒരുവന് ദൈവം വിളിച്ചു പറയുക, ഇതവിടുത്തെ രാജാവിനെ കൊണ്ട് പറ്റത്തില്ല. ബാബേലിന്റെ വൈദ്യന്മാരില്ലേ, ഇത് വൈദ്യനെ കൊണ്ട് പറ്റത്തില്ല. ആമേൻ. പരിശുദ്ധാത്മാവ് ഇതിനകത്ത് നിങ്ങളോട് പറയുക, അവരെ കൊണ്ട് കഴിയാത്ത ചിലത് മേലിൽ സ്വർഗം തുറന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നീ നിൽക്കുന്ന ഇടത്ത് ചിലത് സംഭവിക്കും. നിറയ്ക്കുക. മഹത്വം നിറയട്ടെ, മഹത്വം നിറയട്ടെ. Receive the glory. Lam shata raka babashe laba shekeri yantenia riba shamanagadagase atina regal kamanagadagase. In the name of Jesus, സ്വർഗം തുറന്ന ഇന്ന് പകൽ അസാധാരണമായ ചിലത് നിന്നാൽ സംഭവിക്കും. Hallelujah. Riba baba shandana regal kamana vaishas braudi birigadagase. In the mighty name of Jesus, സ്വർഗം തുറന്നാൽ. വൈദ്യന്മാരുണ്ട്, വൈദ്യന്മാർക്ക് പറ്റില്ല. ഇന്ന് പ്രഭാതത്തിലെ ശുശ്രൂഷയിൽ ഒരു സഹോദരി ഒന്ന് സാക്ഷ്യം പറഞ്ഞിട്ട്, പൊങ്ങുമൂടുള്ളൊരു സിസ്റ്റർ, നമ്മുടെ ചർച്ചിൽ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്ററാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയിൽ അവരെന്നെ വിളിച്ചേച്ച്, അവരെ മോൾ എന്നെ വിളിച്ച് കരയുക, പാസ്റ്റർ എൻ്റെ അമ്മ ഒരു സൈഡ് സ്ട്രോക്കായി. ആമേൻ. നെയ്യാറ്റിൻകര കൊണ്ടുപോയപ്പോൾ അവിടെ എടുക്കുന്നില്ല, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ഒരു കൈയും ഒരു കാലും സ്തംഭിച്ച് നടക്കാൻ പറ്റാതെ വീട്ടുകാരും നാട്ടുകാരും കൂടെ എടുത്ത് വണ്ടിയിലിട്ട് കൊണ്ടുപോയതാ. ഈ പോകുന്ന വഴിയിൽ നെയ്യാറ്റിൻകരയിൽ നിന്ന് അവരെ പുറത്ത് വിട്ടപ്പോൾ എന്നെ വിളിച്ച, പാസ്റ്റർ നെയ്യാറ്റിൻകര എടുക്കുന്നില്ല, മെഡിക്കൽ കോളേജിലേക്ക് വിട്ടിരിക്കുന്നു. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി ആ യാത്രയിൽ വെച്ച് തന്നെയാണെന്ന് തോന്നുന്നു, ഇറങ്ങുന്ന സമയത്ത് എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു. ആ സമയത്ത് എനിക്ക് ഫോൺ വിളിച്ചേ വരും. ഞാനപ്പോൾ തന്നെ എടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ ദുരാത്മ മണ്ഡലത്തെ ഞാൻ ശാസിച്ചു. ഹല്ലേലൂയ. ഒരു ദുരാത്മ മണ്ഡലം ആ കുടുംബത്തിൻ്റെ മേലുണ്ടായിരുന്നു. ഞാനതിനെ ശാസിച്ചു. കുടുംബത്തിനകത്തുണ്ട്, എനിക്കതറിയാം. അതുകൊണ്ട് തന്നെ ഞാനതിനെ ശാസിച്ചു, പ്രാർത്ഥിച്ചു. ഒരു മെഡിക്കൽ കോളേജിലേക്ക് പോയി. ഒരു കൈയും കാലും ചലിക്കാത്ത രീതിയിൽ വീണുപോയി ഇവരെടുത്തുകൊണ്ട് പോയതാ. എടുത്തുകൊണ്ട് പോയി ഡോക്ടർമാർ അടുത്ത് ചെക്കപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഈ കാലുകൾ ചലിക്കാൻ തുടങ്ങി, കൈകൾ ചലിക്കാൻ തുടങ്ങി. പിറ്റന്നായപ്പോൾ കുഴപ്പമില്ലെന്ന് എഴുന്നേറ്റ് പതുക്കെ ഇരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്നു. ഇന്ന് ഞായറാഴ്ച ചർച്ചിൽ വന്നു. സഹോദരിയുടെ സാക്ഷ്യം നിങ്ങൾക്ക് കേൾക്കണോ? സഹോദരി പറഞ്ഞ വാക്കിങ്ങനെയാണ്, എൻ്റെ അപ്പനും എൻ്റെ അമ്മയും ഇതുപോലെ വന്ന് മാസങ്ങളും ആണ്ടുകളും കിടന്ന് ശരീരം പുഴുത്തിട്ട ഈ ലോകം വിട്ടുപോയി. പക്ഷേ അതേ രോഗം എന്നെ പിടിച്ചു. കർത്താവ് എന്നെ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചു. ഒരു പാരമ്പര്യ സ്പിരിറ്റ് പൊട്ടിയത് കെട്ടിയതാ. തൻ്റെ കുടുംബത്തിലെ പിതാവും മാതാവും ഇതുവരെ രോഗം അനുഭവിച്ച് കിടന്നെങ്കിൽ ആ സഹോദരിക്ക് വലിയ വിശ്വാസം, യേശു തൊട്ടു. ഓ
In the mighty name of Jesus. പരിശുദ്ധാത്മാ പറയുന്നു, ആ കുടുംബത്തിനകത്ത് അവർക്കൊരു വിശ്വാസം, യേശു സൗഖ്യമാക്കി. നിറകണ്ണുകളോട് സഹോദരി പറഞ്ഞത്, എൻ്റെ പിതാവും മാതാവും എല്ലാം ഇതേ രോഗം പിടിച്ച ആ വർഷങ്ങൾ കിടന്ന ശരീരത്തിൽ പുണ്ണു പിടിച്ച പുഴു വന്നിട്ടാ പാസ്റ്റർ ലോകം വിട്ടത്. പക്ഷെ എന്നെ യേശു സൗഖ്യമാക്കി. അതേ രോഗം വന്നിട്ടും എനിക്ക് മനസ്സിലായത് ഒരു പാരമ്പര്യ സ്പിരിറ്റാ. ഇതുപോലെ പിതാക്കന്മാർ അനുഭവിക്കുന്ന എന്തെങ്കിലും ഇന്ന് നിങ്ങളെ പിന്തുടരുന്നുണ്ടെങ്കിൽ അത് മാറും. വിശ്വാസമുണ്ടോ നിങ്ങൾക്ക്? അത് മാറും. സ്പെഷ്യലായി പ്രാർത്ഥിക്കാനുള്ളൊരു 3 ദിവസമാണ് 4, 5, 6 ഇന്നർ ഹീലിംഗ് ക്യാമ്പ്. വരിക, അറ്റൻഡ് ചെയ്യുക. പാരമ്പര്യ രോഗങ്ങൾക്ക് ദൈവം ബ്രേക്ക് അയക്കും. അതിനെ പൊട്ടിച്ചു കളയും ദൈവം. ഹല്ലേലൂയ. ഇപ്പം നമുക്ക് സമയമല്ല, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമല്ലോ ഞാൻ. വാസ്തവമായിട്ട് ഞാൻ പാരമ്പര്യ രോഗങ്ങൾ അപ്പന് വന്നോ അമ്മയ്ക്ക് വന്നോ കൂടപ്പിറപ്പുകൾ കൊണ്ട് ഇനി നീയാണ് അതിൻ്റെ ഇരയെന്ന് നിനക്ക് തോന്നുവാണെങ്കിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് 5 പൈസ ചെലവില്ലാതെ പൊട്ടിക്കും. ഹല്ലേലൂയ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ കുടുംബത്തിനകത്ത് കിടക്കുന്ന ഇതുപോലുള്ള വ്യാധികളുടെ മേൽ സ്വർഗ്ഗം തുറക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ, വൈദ്യന്മാർക്ക് കഴിയാത്തത് അവരെ കൊണ്ട് ദൈവം ചെയ്യിക്കും. ഹല്ലേലൂയ. ആമേൻ. ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട്, യെഹെസ്കേലിനെ വിളിച്ചിട്ട് തമ്പുരാൻ പറഞ്ഞു, എടാ ഇത് നിഹതന്മാരെ, ഇവർക്ക് ജീവനില്ല. നീ എന്ത് ചെയ്യണം? ആകാശത്തിലേക്ക് കൈ ഉയർത്തിട്ട 4 കാറ്റുകളെ ദിക്കുകളിൽ നിന്ന് വിളിച്ചു വരുത്തണം. നമ്മൾ വിളിച്ച കാറ്റ് വല്ലതും വരുമോ? ഇവിടെ കാറ്റടിക്കുമ്പോൾ പോകാൻ പറഞ്ഞിട്ട് പോണില്ല, പിന്നെയാണ് ഇനി വരുന്നത്. ഒരു എല്ലല്ലേ പറഞ്ഞേ, ഒരു ബ്രദറെ കാറ്റ് വീശി അടിക്കുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, ദൈവമേ തലയിൽ കൂടുതലും ഒന്ന് വീഴുമെന്ന് നമ്മുടെ പേടി. ഇതിത്തിരി മാറാൻ പറഞ്ഞാൽ മാറത്തുമില്ല, ഇത് നമ്മളെയും കൊണ്ടുപോകുന്ന സാധനമാണ്. അന്നേരമാണ് അടുത്ത ഒരു ദൂത യെഹെസ്കേൽ വരുന്നത്, നീ വിളിച്ചാൽ അവന്മാർ വരും. എവിടെ വരും? നിന്റെ കാൽച്ചുവട്ടെ വരാം. സ്വർഗം തുറന്നു കഴിഞ്ഞാൽ കാറ്റുകൾ നിന്റെ അടുത്തെത്താൻ പോവുക. ഞാൻ അതിൻ്റെ ഒരു മർമ്മം നിങ്ങളോട് പറയാം. കാറ്റ് കാണാൻ പറ്റത്തില്ല. കാണാൻ എന്ത് ചെയ്യത്തില്ല? കാറ്റിനെ കാണുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് കാണാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ പറ്റുവാണെങ്കിൽ തീർന്നിട്ട് എൻ്റെ അടുത്ത് വരണം മക്കളെ. ഹല്ലേലൂയ. തീർന്നിട്ട് എൻ്റെ അടുത്തൊന്ന് വന്ന് സ്പെഷ്യലായിട്ടൊന്ന് സംസാരിച്ചു പോകണം. കാരണം അങ്ങനൊരു കഴിവ് അസാധാരണമാണ്. കാറ്റ് അനുഭവിക്കാൻ പറ്റും. സ്കിന്നുള്ളതുകൊണ്ട്, സ്പർശനശേഷി ഉള്ളതുകൊണ്ട് കാറ്റ് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ശരിയല്ലേ? ഹല്ലേലൂയ. പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നായി ത്വക്ക്. ഇപ്പോഴുള്ള ത്വക്കിൻ്റെ കാര്യം മനസ്സിലായി. ത്വക്കുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ അറിയുന്നത്. ഹല്ലേലൂയ അല്ലേ? ഇത് സ്പർശനശേഷി ഉള്ളതുകൊണ്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് പറയുക, കണ്ടിട്ടില്ല, പക്ഷെ നിങ്ങൾ അനുഭവിക്കേണ്ട ചിലത് 4 ദിക്കിലും കിടക്കുക. സ്വർഗം നിന്റെ മേൽ തുറന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് നിന്നോട് പറയുന്നു, അത് 4 ദിക്കിലും കിടക്കേണ്ടതല്ല. നീ ഒന്ന് തല നിവർത്തി നിന്ന് വിളിച്ചാൽ നിന്റെ കാൽ ചുവട്ടിലേക്ക് ചിലത് വരാൻ പോവുകയാ. ഓ, വിശ്വസിക്കുന്നവന്റെ നാവിന്റെ മേൽ ഇന്ന് പകലിൽ ഒരു അതോറിറ്റി. നീ വിളിച്ചാ വരും. നീ വിളിച്ചാ വരും. നിന്റെ നാവിൽ ഒരു അഭിഷേകം ചലിക്കട്ടെ, ഒരു അധികാരം ചലിക്കട്ടെ. യേശുവിന്റെ മകത്ത് ഇന്ന് പകലിൽ നിന്റെ മേൽ വെളിപ്പെടട്ടെ. റിസീവ് ദ പവർ. ആത്മസാന്നിധ്യം ചില ശരീരങ്ങളെ തൊടുകയാ. ഇന്ന് പകലിൽ സ്വർഗം തുറന്നിരിക്കുന്നു. ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ പകരട്ടെ. നീ വിളിച്ചാൽ നിന്റെ
നിന്റെ ശബ്ദം കേട്ടാൽ ഇതുവരെ കാണാത്ത ചില വാഗ്ദത്തങ്ങൾ നിന്റെ അരികിൽ വരാൻ പോകുകയാ. നിന്റെ വാക്ക് കേട്ടാൽ, നിന്റെ ശബ്ദം കേട്ടാൽ നീ അനുഭവിക്കേണ്ട പല നന്മകളും പല ദിക്കുകളിലും കിടക്കുന്നത് നിന്റെ ഭവനത്തിൽ, ഓ യെസ് 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 യെസ്, നിന്റെ വീട്ടിൽ, നിന്റെ കയ്യിൽ, ഓ യേശുവിന്റെ മകത്ത് നിനക്ക് വേണ്ടി തുറക്കുന്നു. ഇന്ന് പകലിൽ അത് വിശ്വസിക്കാൻ കഴിയുന്ന ദൈവജന അത് സ്വീകരിക്കുക. ഈ അഭിഷേകം നിന്റെ മേൽ ഇത് നിന്റെ മേൽ വെളിപ്പെട്ടാൽ, കർത്താവ് പറയുന്നു, പലരും വിളിച്ചിട്ട് വരാത്തത്, വൈദ്യന്മാർ വിളിച്ചിട്ട് വരാത്തത്, നിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നീ നിൽക്കുന്ന താഴ്വരയിൽ വെളിപ്പെടാൻ പോവുകയാ. ആരുടെയൊക്കെ ദൈവാത്മാവ് ശക്തമായി ഇടപെടുന്നു. നിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിന്റെ മേൽ സ്വർഗം തുറക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഓ നഷ്ടപ്പെട്ടു പോയ ചില ജീവനുകളെ തിരിച്ചു വിളിക്കാൻ നിന്റെ നാവിന് ദൈവം അതോറിറ്റി, ഓ ഓ യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. Holy Spirit, in the mighty name of Jesus. In mighty name of Jesus. കർത്താവ് ഇന്ന് പകൽ നിങ്ങളോട് ശക്തമായി ഇടപെടുകയാണ്. നിന്റെ മേൽ സ്വർഗം തുറന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ശബ്ദം മതി ചില കാറ്റുകൾ നിന്റെ അടുക്കലേക്ക് ഓടി വരാൻ പോകുകയാ. നിഗതന്മാരെ എഴുന്നേൽപ്പിക്കാൻ പലർക്കും കഴിയാതിരിക്കുമ്പോൾ ഇന്ന് പകൽ നഷ്ടപ്പെട്ടു പോയ ഒരു സമയത്ത് വേറിട്ട് പോയ ചില ജീവനുകളെ, ചലിക്കാത്ത ചിലതിനെ ചലിപ്പിക്കുവാൻ ഇന്ന് പകൽ സ്വർഗം തുറന്നിട്ടുണ്ടെങ്കിൽ നിന്റെ മേൽ ഒരധികാരം ദൈവം തരും. നീ വിളിച്ചാൽ, ഓ നീ വിളിച്ചാൽ, നിങ്ങൾക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. വിളിച്ചാൽ ചിലത് വരണം. സ്വർഗം തുറക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. 5 വർഷം കാത്തിരുന്നപ്പോഴാണ് അവരെ തുറക്കപ്പെട്ടത്. കാലങ്ങളായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് ഇന്ന് ഡോർ ഓപ്പൺ ചെയ്യും. 5 വർഷം കാത്തിരുന്നപ്പോഴാണ് തുറക്കപ്പെട്ടത്. യേശു ക്രിസ്തുവിനോട് ചോദിച്ചു നോക്ക്, എപ്പോഴാ യേശുവേ അങ്ങേക്ക് സ്വർഗം തുറന്നത്? പരസ്യമായിട്ട് യേശു പറഞ്ഞു, 30ാമത്തെ വയസ്സിൽ 30 വർഷം കാത്തിരുന്നപ്പോഴാ യോർദാന്റെ കരയിൽ നിൽക്കുന്ന എനിക്ക് വേണ്ടി സ്വർഗം തുറന്നത്. ഇന്ന് പകൽക്കാലം കാലങ്ങൾ കാത്തിരിക്കുന്ന, വെയിറ്റ് ചെയ്തിരിക്കുന്ന ചിലർ നോക്കി ദൈവം പറയുന്നു, ഇന്ന് നിനക്ക് വേണ്ടി. ഓ yes 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 yes, take the power. ദൈവശക്തി തുറന്നു. Receive the glory. Shabaraka balashe riba baba shekedia riba na shekeriantana riba shabaragase in mighty power. ഈ അഭിഷേകത്തിന്റെ അളവറ്റ പകർച്ച സ്വർഗം തുറക്കുന്നു. നിങ്ങളുടെ മേൽ പകരട്ടെ, 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 പകരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാ. ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേക്കാം, ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിന്റെ പകലിൽ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സ്വർഗം തുറക്കട്ടെ. നിനക്ക് വേണ്ടി സ്വർഗമാ തുറക്കുന്നെങ്കിൽ സ്വർഗത്തിൻ്റെ സ്വഭാവം നിങ്ങളുടെ മേൽ ഇറങ്ങി വരാൻ പോവുക. സ്വർഗത്തിനകത്തുള്ളത് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. സ്വർഗത്തിനകത്ത് എന്തുണ്ടോ അത് നിങ്ങളിൽ ചലിക്കാൻ പോവുകയാണ്. നിനക്ക് വേണ്ടി സ്വർഗമാ തുറക്കുന്നെങ്കിൽ അതൊരു മിറക്കിളാകാൻ പോവുകയാണ്.
സ്വർഗത്തിൻ്റെ അധികാരം നിങ്ങളിലേക്ക് വരും. സ്വർഗത്തിൻ്റെ തേജസ് നിങ്ങളിലേക്ക് വരും. സ്വർഗത്തിൻ്റെ സ്വഭാവം നിങ്ങളിലേക്ക് കൈമാറും. ആമേൻ. പ്രാർത്ഥിക്കുക. സ്വർഗം തുറക്കട്ടെ, സ്വർഗം തുറക്കട്ടെ, സ്വർഗം തുറക്കട്ടെ. 5 കൊല്ലം കാത്തിരുന്നപ്പോൾ യെഹെസ്കേലിന് വേണ്ടി തുറന്നു. അസ്ഥി താഴ്വരയിൽ പുള്ളി ചെന്നപ്പോൾ നിഹതന്മാരുടെ മേൽ ജീവനെ കൈമാറാൻ പുള്ളിക്ക് കഴിഞ്ഞെങ്കിൽ പരിശുദ്ധാത്മാവ് ഇതിനകത്തും പറയുന്നു. ആമേൻ. ദൈവത്തിൻ്റെ മഹത്വം ഇതിനകത്തും പറയുക. ഹല്ലേലൂയ. ഇതിനകത്തും കാത്തിരിക്കുന്ന ചിലർക്ക് വേണ്ടി സ്വർഗം ആ ഡോർ ഓപ്പൺ ചെയ്യാൻ കൊതിക്കുകയാണ്. ചൂടാബാലാബ ശാന്തൽ കമനഘടക ഷൈഡ പ്രൗഢിബിരിഘടക റക്ഷസ്ക ധേരിബി അംധന റീബ ലാബ ശാന്തന റിഗൽ കമനഘടക ഷൈഡ പ്രൗഢിബിരിഘടകസേ. ആ ഡോർ ഓപ്പൺ ആകാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഓപ്പൺ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് പകൽ മഹത്വം വെളിപ്പെടും. എനിക്കറിയാം, ഇന്ന് പകൽ ഇരുട്ട് മൂടിക്കിടക്കുന്ന ചില വീടുകളുടെ മേൽ ആമേൻ ഒരു തേജസ്സിൻ്റെ ഡോർ ഓപ്പൺ ആകാൻ പോകുകയാ. ഒരൊറ്റ ഡോർ ഓപ്പൺ ആയാൽ സൂര്യനെ വെല്ലുന്ന തേജസ് ചില കുടുംബങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. ശൗലിനെ പൗലോസാക്കി മാറ്റിയതുപോലെ ഇന്ന് പകൽ സ്വർഗത്തിൻ്റെ അകത്ത് നിന്ന് തേജസ്സിൻ്റെ സാന്നിധ്യം ചില ശരീരങ്ങളിലേക്ക് ഈ പകലിൽ ദൈവമത് അവൻ റിലീസ് ചെയ്യാൻ ഇന്ന് പകൽ താല്പര്യപ്പെടുകയാ. യേശുവിൻ്റെ മകത്ത് ഈ പകലിൽ ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയ. വൈശസ് പ്രൗഢിബിരിഘടക റഗൽ കമനഘടകസ് അത്തിന റഗക്ഷസി അംധന റീബൽ കമനഘടക ഷൈഡ പ്രൗഢിബിരിഘടകസെ. യേശുവിൻ്റെ മഹത്വം ചലിക്കട്ടെ, യേശുവിൻ്റെ മഹത്വം ചലിക്കട്ടെ, യേശുവിൻ്റെ മഹത്വം ചലിക്കട്ടെ. പരിശുദ്ധാത്മ സാന്നിധ്യം ഇന്ന് പകൽ ഈ ഹോളിനകത്ത് ഇറങ്ങി വരിക. സ്വർഗം തുറക്കുന്ന ചില അനുഭവങ്ങൾ, സ്വർഗം തുറക്കുന്ന ചില അന്തരീക്ഷങ്ങൾ ഇതിനകത്ത് നിനക്ക് വേണ്ടി വെളിപ്പെടട്ടെ. അസാധാരണമായ ചില കാര്യങ്ങളെ ചെയ്യാൻ പരിശുദ്ധാത്മാവ് ഈ പകലിൽ നിന്റെ മേൽ ദൈവത്തിന്റെ ശക്തിയെ take it the power. Yes, 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 yes. Take it the glory of Jesus. Labra Shantana Riva Lakamase Rabba Shantonia Rigat Shamanagase Vaishas Proudi Birigadaga Adagat Shamanagase Vaidam Chenataramanagase Magatam Inu Pagal Rangata Salichem Inu Pagalil Chalikata Riva Lakama Shaidam Chenatara Vaida Proudi Birigadagase in the Pagalil Deva Sanitete Hani Pavikan Idinagata Sargat in the Kavadagal Chirku തുറക്കപ്പെടുകയാ, തുറക്കപ്പെടുകയാ. കമാൻ തുറക്കപ്പെടുകയാ യേശുവിന്റെ നാമത്തിൽ. വാവ് വാവ്. സ്വർഗം പറയുന്നു, നിന്റെ മേൽ സ്വർഗം തുറന്നു കഴിഞ്ഞാൽ നിഗതന്മാരുടെ ജീവനെ നിന്റെ നാവ് കൊണ്ട് വിളിച്ചു വരുത്താൻ പോവാ. In the name of Jesus. ആത്മാവ് അതിശക്തമായി നിന്നോട് പറയുന്നു. ആമേൻ. നിഗതന്മാരുടെ ജീവൻ, അതിൻ്റെ അർത്ഥം അവൻ ജീവനെ തിരിച്ചു പിടിക്കാൻ തക്കവണ്ണം ഒരധികാരത്തിൻ്റെ ശക്തി സ്വർഗം തുറക്കുന്ന നിന്നിലേക്ക് സ്വർഗം അത് റിലീസ് ചെയ്യും. ഓ Labrashata Rakamana Shekeri Amtinia Riba Baba Shandal Kamanagadaga Shaida Proudi Birigadaga Adagat Shamanagadaga Shandal Proudi Birigadagase Yeshuvin the Magatam Chaligade Lava Shantana Riga Labasi Amtinia Regala Proudi Birigadaga Rachaskaberi Amtana. Amen, amen, amen. നീ കാത്തിരിക്കുന്നത് സ്വർഗം തുറക്കാനാണെങ്കിൽ മറ്റൊരു ശക്തിക്കും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. സ്വർഗത്തിൻ്റെ അധികാരം നിന്നിൽ വെളിപ്പെടാൻ പോകുകയാ, നിന്നിൽ വെളിപ്പെടാൻ പോകുകയാ, നിന്നിൽ വെളിപ്പെടാൻ പോകുകയാ.
അസ്ഥി താഴ്വരയുടെ അകത്ത് സൈന്യങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന ഒരു അസാധാരണമായ ദൈവ സാന്നിധ്യത്തെ ഇന്ന് പകലിൽ സ്വർഗം നിന്റെ മേൽ റിലീസ് ചെയ്യട്ടെ. Shabarakhamana Shandal Kamanagadaga Vaishas Proudi Birigadaga Riva Lakamasia Adam Shabariantana Rigat Shamanagadaga Eshuvinda Namatil Jaya in the Pagalil Parishutatnava E Holinagata Chalikugaya Rabalam Shabariantana Rigat Shamanagadaga Vaishas Proudi Birigadaga Atmavandalangala Turakuna Deva Sadithya in the Pagal E Holinagata Chalikata Vishwasikin രുടെ മേൽ ആ മഹത്വം വെളിപ്പെടട്ടെ. വിശ്വസിക്കുന്നവരുടെ മേൽ ആ മഹത്വം ചലിക്കട്ടെ. കാത്തിരിക്കുന്ന ചിലതിന് വേണ്ടി സ്വർഗം ഇന്ന് പകൽ ഓപ്പൺ ആകാൻ പോവുക. വർഷങ്ങൾ വെയിറ്റ് ചെയ്തവർക്ക് വേണ്ടി സ്വർഗം ഇന്ന് പകൽ തുറക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കാൻ പോവുക. ഇന്ന് ചിലതിൻ്റെ സാക്ഷ്യങ്ങൾ മാറുക. 5 വർഷം എഗസ്കേലിന് സാക്ഷ്യമില്ല. പക്ഷെ എപ്പോഴാണോ സ്വർഗം തുറന്നത് അന്നു മുതൽ തൻ്റെ ലൈഫ് മുഴുവനും സാക്ഷ്യങ്ങളുടെ കൂമ്പാരമായെങ്കിൽ ഇന്ന് പകലിൽ സ്വർഗം തുറന്നാൽ നിന്റെ ജീവിതത്തിന്റെ സാക്ഷ്യങ്ങൾ മാറും. ഓ ലബ്ര ശാന്തന റഗൽ കമനഗഡഗ ഷൈഡ പ്രൗഡി ബിരിഗഡഗസെ യേശുവിന്റെ നാമത്താൽ ജയ ലബ ഷെകേറി യംതേനിയ റീബ ശമനഗഡഗ ഷൈഡ പ്രൗഡി ബിരിഗഡഗസെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ സൈന്യത്തെ ഞാൻ കാണുന്നു.